നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നവകേരള സദസ് കൊണ്ട് സാധാരണക്കാരന് ഒരു ഗുണം ലഭിച്ചിട്ടില്ലെന്ന് കെ മുരളീധരൻ എം പി. പട്ടാമ്പിയിൽ UDF സംഘടിപ്പിച്ച വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ എം പി. സംസ്ഥാന വ്യാപകമായി UDF നടത്തുന്ന വിചാരണ സദസ്സിന്റെ ഭാഗമായാണ് പട്ടാമ്പി നിയോജകമണ്ഡലത്തിലും UDF വിചാരണ സദസ് സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിനെതിരെയായിരുന്നു വിചാരണ സദസ്. മേലെ പട്ടാമ്പിയിൽ നടന്ന വിചാരണ സദസ് കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്തു. നവകേരള സദസ് കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരന് എന്തു നേട്ടമാണ് ഉണ്ടായതെന്ന് വ്യക്തമാക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കെ മുരളീധരൻ എം പി ചോദിച്ചു. സാധാരണക്കാരന് ഒരു നേട്ടവും ഉണ്ടാക്കാനായില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ 7 വർഷക്കാലത്തെ LDF സർക്കാരിന്റെ ഭരണം നേട്ടങ്ങളല്ല കോട്ടങ്ങളാണ് ഉണ്ടാക്കി തീർത്തതെന്നും കെ മുരളീധരൻ കുറ്റപ്പെടുത്തി. നമുക്കറിയാം, കേരളത്തിനെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഒരു ഭരണ തുടർച്ച LDFന്റെ കേരളത്തിലുണ്ടാവും. കഴിഞ്ഞ 7.5 വർഷത്തെ ഭരണത്തിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കോട്ടങ്ങളുടെ ഒരു പരമ്പര തന്നെയുണ്ട് കഴിഞ്ഞ 7.5 വർഷക്കാലത്തിനിടയിൽ. ഒരു കൊമ്പനാനയും 20 പിടിയാനകളും കൂടെ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സമാപിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇനി 4-5 നിയോജകമണ്ഡലങ്ങൾ ബാക്കിയുണ്ട്. ഇന്ന് ഓരോ നിയോജകമണ്ഡലത്തിലും പിണറായിയും സംഘവും ചെന്നിട്ട് ആർക്കെന്ത് പ്രയോജനമുണ്ടായി? ഇപ്പൊ നമ്മുടെ സംസ്ഥാനം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 7.5 വർഷവും ഈ സർക്കാർ കൊട്ടിഘോഷിക്കുന്ന ലൈഫ് എന്ന പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് പറഞ്ഞത്. ലൈഫിൽ ഒരുപാട് പേർക്ക് വീട് കൊടുത്തു. ഇപ്പൊ എത്ര പേർക്ക് കൊടുത്തു? മൊത്തം അപേക്ഷിച്ചതിൻ്റെ 1/3 പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല. കൊടുത്ത വീടുകളുടെ അവസ്ഥ എന്താ? മറ്റേത് വീട്ടിലൊരു ടെൻറ്റ് വലിച്ചു കെട്ടിയിട്ടെങ്കിലും കിടക്കായിരുന്നു ഭൂമിയില്ലാത്തവർക്ക്. ഇപ്പോൾ കൊടുത്ത വീടിൻ്റെ അവസ്ഥ, നല്ല മഴ പെയ്താൽ മുഴുവൻ വെള്ളവും തലയിലാണ് വീഴുന്നത്. ആയുർവേദത്തിലെ ധാര പോലെയാണ് ഇപ്പൊ ലൈഫിന്റെ അകത്ത് താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് LDFന് തുടർഭരണം ലഭിച്ചത്. എന്നാൽ ഈ തുടർഭരണം സ്ഥിരമായി ഭരിക്കാമെന്നുള്ള വ്യാമോഹമാണ് ഇപ്പോൾ CPMനുള്ളത്. LDF എന്നത് ഇപ്പോൾ CPM മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ്. മറ്റു ഘടകകക്ഷികളെല്ലാം ഡെയിലി വേജസുകളാണെന്നും കെ മുരളീധരൻ MP പരിഹസിച്ചു. താങ്കൾ സ്ഥിരം ഭരിക്കാൻ പോവാണ് എന്നൊരു ചിന്താഗതി കേരളത്തിലെ ഇടതുമുന്നണിക്ക് മാത്രമല്ല. ഇടതുമുന്നണി ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പോൾ അവിടെ ഒരു പാർട്ടിയുള്ളൂ ഭരണത്തിൽ, അത് മാർക്സിസ്റ്റ് പാർട്ടിയും അതിൻ്റെ നേതാവ് പിണറായി വിജയനുമാണ്. മറ്റ് ഘടകകക്ഷികളുണ്ട്, അതൊക്കെ ഡെയിലി വേജസുകാരാണ്. കാര്യങ്ങളെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്നു, മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പിണറായി തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു നവകേരള സദസ്സ് ഇപ്പോൾ കേരളത്തിൽ നടത്തിയത്. മുൻ MLA അഡ്വക്കേറ്റ് KN ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി. എന്തെങ്കിലും ഒരു കാര്യപ്രാപ്തി ഉണ്ടായിരുന്ന ആരും മന്ത്രിസഭയിലില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഇതിൻ്റെ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, കേരളത്തിലെ ജനങ്ങൾ വളരെ മുമ്പിലെത്തി. വിദ്യാഭ്യാസപരമായി ഉയർന്നു, സാമ്പത്തികമായി വളർന്നു പറഞ്ഞാൽ പ്രധാനമായും പ്രവാസികൾ അയക്കുന്ന പണം കൊണ്ടൊക്കെ സാമ്പത്തികമായി പലരുടെയും ജീവിതം മെച്ചപ്പെട്ടിട്ടുണ്ട്, വിദ്യാഭ്യാസപരമായി വളർന്നിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലുണ്ടായിട്ടുള്ള ഈ മുന്നേറ്റം ഉണ്ടല്ലോ, അതുപോലെ നമ്മുടെ കുട്ടികൾ 35 ലക്ഷം മലയാളി വിദ്യാർത്ഥികളാണ് വിദേശ രാഷ്ട്രങ്ങളിൽ പോയി പഠിക്കുന്നത്. ഇവിടുത്തെ സർവകലാശാലകൾ കൊള്ളായിരുന്നുവെങ്കിൽ, ഇവിടെ നല്ല ഒന്നാന്തരം കോളേജുകൾ നടത്താൻ കഴിയുമായിരുന്നെങ്കിൽ ഈ 35 ലക്ഷം കുട്ടികൾ വിദേശത്ത് പോകണ്ടായിരുന്നോ? അതിന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇവിടെ നിന്ന് ആരും പുറത്തു പോകരുത്, പുറത്തു പോകാൻ സമ്മതിക്കില്ല. വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന്, അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ആളിവിടെ പഠിക്കാൻ വരും. ഇത് ലോക നിലവാരത്തിൽ കേരളം വിദ്യാഭ്യാസ രംഗത്തായി കഴിഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. UDF പട്ടാമ്പി നിയോജകമണ്ഡലം ചെയർമാൻ KP വാപ്പുട്ടി അധ്യക്ഷനായിരുന്നു. കൺവീനർ ജിതേഷ് മോഴിക്കുന്നം, VK ശ്രീകണ്ഠൻ MP, DCC പ്രസിഡന്റ് തങ്കപ്പൻ, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, മുൻ MLA CP മുഹമ്മദ്, മറ്റു നേതാക്കളായ ബാലഗോപാൽ, CMA കരീം, മറ്റു UDF നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു.
കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം വളയംകുളത്ത് കാറുകൾ കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ 6 പേരടക്കം 7 പേർക്ക് പരിക്ക്. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. കാസർഗോഡ് നിന്നും കൊച്ചിയിലേക്ക് പോയ കുടുംബം സഞ്ചരിച്ച റിറ്റ്സ് കാറിൽ കരിക്കാട് സ്വദേശി സഞ്ചരിച്ച വാഗൺ കാറിടിച്ചാണ് അപകടമുണ്ടായത്. കാസർഗോഡ് സ്വദേശികളായ 34 വയസ്സുള്ള അബൂബക്കർ, ഭാര്യ 28 വയസ്സുള്ള മിർസാന, മക്കളായ ഫാത്തിമ, ഫർഹാൻ, മാതാവ് 55 വയസ്സുള്ള ഖദീജ, അബൂബക്കറിന്റെ സഹോദരി 24 വയസ്സുള്ള ഷിഹാന, കരിക്കാട് സ്വദേശി അഫ്സൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അബൂബക്കറും കുടുംബവും കൊച്ചിയിലുള്ള സഹോദരന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് അപകടമുണ്ടായത്. അഫ്സൽ ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് അബൂബക്കർ സഞ്ചരിച്ച കാറിലും സമീപത്തെ ബസ് സ്റ്റോപ്പിലും ഇടിച്ചാണ് നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ കാറുകൾ പൂർണ്ണമായും തകർന്നു. CCTV ന്യൂസ്, തൃത്താല. പട്ടാമ്പി നഗരസഭയിൽ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയിൽ വാർഷിക പദ്ധതി രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ടാണ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, സംസ്ഥാന തലത്തിലെ 2ാം സ്ഥാനത്തിലും ജില്ലയിലെ 1ാം സ്ഥാനത്തുമാണ് പട്ടാമ്പി നഗരസഭ. ഇന്ന് സംരംഭകത്വത്തിൽ ഏറ്റവും മുൻപന്തിൽ നമുക്ക് അവാർഡ് കൂടി നേടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെ പട്ടാമ്പി നഗരസഭയിലെ പൊതുജനങ്ങൾക്ക് എത്രത്തോളം സൗകര്യമാണ് എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. നമുക്കറിയാം, ഒരു സംരംഭം ആരംഭിക്കാൻ നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. അതിന് വേണ്ടുന്ന സാമ്പത്തിക സഹായം, അതിന് വേണ്ടുന്ന മറ്റു വർക്കുകളെല്ലാം തന്നെ നഗരസഭ ഒരുക്കി അതിൻ്റെ 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അത് അഭിമാനപൂർവ്വം തന്നെയാണ് നമ്മളത് ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. നിരവധിയായ കുടുംബങ്ങൾക്ക് അതുകൊണ്ട് ഉപജീവന മാർഗം നേടിയിരിക്കുകയാണ്. ഇത് തന്നെ സാധാരണക്കാരായ ആളുകളുടെ ക്ഷേമം തന്നെയാണ് ഈ ഭരണസമിതി എന്ന് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് റോഡുകളുടെ വികസനം മാത്രം പോരാ, സാധാരണക്കാരായ ആളുകൾക്ക് ജീവിക്കാനുള്ള സൗകര്യം കൂടി നമുക്ക് ഏർപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായും നമ്മൾ ഈ പ്രാവശ്യത്തെ പദ്ധതികൾ വെക്കേണ്ടത് നമ്മുടെ എന്താ പറയുക, സാധാരണക്കാരായ ആളുകളുടെ ഉപജീവനത്തിന് വേണ്ടിയുള്ള കൂടുതൽ പദ്ധതികൾ നമ്മൾക്ക് ഉൾപ്പെടുത്തണം. അതിന് വേണ്ടി നമ്മുടെ ഏത് വിധേനയാണോ, ഏത് സംരംഭമാണോ നമുക്ക് തുടങ്ങാൻ സാധിക്കുക, അതിന് വേണ്ടുന്ന. വൈസ് ചെയർമാൻ TP ഷാജി അധ്യക്ഷനായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷൻ N രാജൻ, KR നാരായണസ്വാമി, KT റുക്കിയ, P വിജയകുമാർ, ആനന്ദവല്ലി, CS സാജിദ്, A സുരേഷ്, K മോഹനൻ, P സൈദലവി, C സംഗീത, K ബഷീർ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്തു. വിവിധ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും നടന്നു. കുനമുച്ചി നടുവട്ടം റോഡിൽ കുറ്റിപ്പാറയിൽ നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ യുവാവ് മരിച്ചു. കുമരനെല്ലൂർ അമേത്തിക്കര പുലരി ഭവനത്തിൽ ഉദയനാണ് മരിച്ചത്. 41 വയസ്സാണ്. ഡിസംബർ 20 രാത്രിയിലായിരുന്നു അപകടമുണ്ടായത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ 10 മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. ധനുമാസത്തിലെ തിരുവാതിര ആഘോഷിച്ച് മലയാളികൾ. ശിവക്ഷേത്രങ്ങളിൽ വിശേഷാൽ പരിപാടികളും ഉണ്ടായി. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിലും തിരുവാതിര ആഘോഷിച്ചു. തുടർന്ന് കൈത്തളി നൃത്ത സംഗീതോത്സവം ആരംഭിച്ചു. തിരുവാതിരക്കളി ഉൾപ്പെടെയുള്ള കലാപരിപാടികളും കൈത്തളി നൃത്ത സംഗീതോത്സവത്തിന്റെ ഭാഗമായി നടന്നു. സ്ത്രീകളടക്കം നിരവധി ആളുകളാണ് ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. തിരുവാതിര ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന മ്യൂസിക്കൽ ഫ്യൂഷനും ശ്രദ്ധേയമായി.
ആഘോഷത്തിന്റെ ഭാഗമായി വീടുകളിൽ പാട്ടും നൃത്തവും ആർപ്പുവിളികളുമായി തിരുവാതിര ചോഴിയും മക്കളുമെത്തി. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ വെളുപ്പിന് ഗ്രാമീണ മേഖലയിൽ വീടാന്തരം കയറിയിറങ്ങി അവതരിപ്പിക്കുന്ന ഒരനുഷ്ഠാന കലാരൂപമാണ് ചോഴിക്കളി. ചോഴികൾ എന്നാൽ ഭൂതഗണങ്ങൾ എന്നാണ് അർത്ഥം. പരമശിവൻ പാർവതിയെ സന്തുഷ്ടയാക്കാൻ അനുഗ്രഹിച്ചു നൽകിയ ചോഴിക്കളി ശിവന്റെ ഭൂതഗണങ്ങളുടെ നൃത്തമാണെന്നാണ് വിശ്വാസം. കുട്ടികളാണ് ചോഴികളുടെ വേഷം കെട്ടുന്നത്. തിരുവാതിര നാളിൽ പാതിര കഴിഞ്ഞ് പുലർച്ചയോടെ ചോഴികൾ വീടുകളിൽ കയറിയിറങ്ങും. ഉണങ്ങിയ വാഴയിലയും ചപ്പും ദേഹത്ത് കെട്ടിവെച്ചാണ് ചോഴികൾ എത്തുന്നത്. മഞ്ഞക്കാട്ടിൽ പോയാലോ മഞ്ഞക്കിളിയെ പിടിക്കാലോ എന്ന് തുടങ്ങുന്ന തമാശ കലർന്ന പാട്ടുകൾ പാടി വീട്ടുമുറ്റത്ത് വട്ടത്തിൽ നിന്നാണ് ചോഴികളുടെ കളി. താളം പിടിക്കാൻ ചെണ്ടയും ഇലത്താളവും തകരപ്പാട്ടയും ഉണ്ടാകും. തളി ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ സ്വകാര്യ ആശുപത്രികളുടെയും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. HIM മദ്രസ ഹാളിൽ നടന്ന ക്യാമ്പ് ഡോക്ടർ ഹിമ തോമസ് ഉദ്ഘാടനം ചെയ്തു. ശിശു രോഗ വിദഗ്ധൻ ഡോക്ടർ അഫ്ര സൻയു, ജനറൽ മെഡിസിൻ ഡോക്ടർ ആൽബിൻ, എല്ലുരോഗ വിദഗ്ധ ഡോക്ടർ അഭിരാമി, നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ വിമൽ, ക്യാമ്പ് കോർഡിനേറ്റർമാരായ KH അൻസിയ, KJ ജിജി, അശ്വതി, നജ്മ, മഹല് ഭാരവാഹികളായ VU അബ്ദുൽ നാസർ, TM നാസർ, അബു തോട്ടുമുച്ചികൽ, C അസീസ്, മുസ്തഫ വളിയിൽ, അഹമ്മദ് വലിയ പീടികയിൽ, ബഷീർ അൽ അസനി, B റഹ്മത്ത് ടീച്ചർ, KST ജസീല എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സൗജന്യ മരുന്ന് വിതരണവുമുണ്ടായി. ക്യാമ്പിൽ വെച്ച് ഡോക്ടർമാരെ ആദരിച്ചു. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ വിളത്തൂർ ALP സ്കൂൾ ശതാബ്ദിയുടെ നിറവിൽ വിപുലമായ പരിപാടികളോടെയാണ് സ്കൂളിന്റെ 100ാം വാർഷികാഘോഷം നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ വിളത്തൂർ AMLP സ്കൂൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടെയാണ് ശതാബ്ദി ആഘോഷങ്ങൾ ആരംഭിക്കുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിൽ വെച്ച് ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് പതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾ ആരംഭിക്കും. തുടർന്ന് സാഹിത്യകാരൻ P സുരേന്ദ്രൻ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ജനപ്രതിനിധികൾ, PTA ഭാരവാഹികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. ഇത്തിരി നേരം എന്ന ശീർഷകത്തിൽ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഒരു സംഗമം നാളെ, അതായത് ഡിസംബർ മാസം 28-ാം തീയതി വ്യാഴാഴ്ച നടത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ഈ പരിപാടി കൃത്യം 9 മണിക്ക് ആരംഭിക്കുകയും ഇതിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ P സുരേന്ദ്രൻ നിർവഹിക്കുകയും ചെയ്യും. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ ബഹുവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൂർവ്വകാല അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങും നമ്മളിൽ നിന്ന് വിട്ടുപോയ, മരണത്തോട് പിരിഞ്ഞുപോയ പൂർവ്വകാല അധ്യാപകരെ, അവരുടെ കുടുംബത്തെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിക്കുന്നു. ഉച്ചയ്ക്ക് ചിരിയും ചിന്തയും എന്ന വിഷയത്തിൽ മോട്ടിവേഷൻ ക്ലാസും ഉണ്ടായിരിക്കും. തുടർന്ന് അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടക്കും. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസ് സംഗമം ഉദ്ഘാടനം ചെയ്യും. വിളത്തൂർ പ്രദേശത്തെ പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിൽ വലിയ പങ്കുവഹിച്ച വിദ്യാലയം കൂടിയാണ് ഇത്. 100 കണക്കിന് പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർ ഈ വിദ്യാലയം നിന്നും പഠിച്ചു വളർന്നവരാണ്. ഇവരെയെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ശതാബ്ദി ആഘോഷം സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ ഒരു പരിപാടി ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്, എല്ലാവരും ഇപ്പോൾ ഈ വിളത്തൂർ ALP സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷം എന്നുള്ള ആ ഒരു മനസ്സിലാണ് ഇപ്പോൾ എല്ലാവരും സജീവമാണ്. നാട് മൊത്തം സജീവമാണ്. മറ്റത് എല്ലാവരും ഓരോരുത്തരും അവനവൻ്റേതായ ജീവിതം ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിൽ പ്രത്യേകമായിട്ട് എനിക്ക് അനുഭവപ്പെട്ട ഒരു ഫീലിംഗാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ നാടിൻ്റെ വിളത്തൂർ ദേശം ഒറ്റക്കെട്ടായിട്ട്, വിളത്തൂർ ദേശത്ത് ഈ വിദ്യാലയത്തിൽ പഠിച്ച വിളത്തൂർ ദേശത്ത് വസിക്കുന്നവരും അവിടെ നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് സാഹചര്യങ്ങളാൽ മറ്റു ദേശങ്ങളിൽ പോയിട്ട് താമസിക്കാൻ ഇടവന്നിട്ട് അങ്ങനെ അവിടെ താമസിക്കുന്നവരുമായുള്ള എല്ലാവരും ഇത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളിൽ വിവിധ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ A ഉസ്മാൻ, നാസർ പാറക്കൽ, അമീർ ഷെരീഫ് KM, നിസാർ പറളി, സ്കൂൾ പ്രധാനാധ്യാപകൻ വിജയകുമാരൻ, K സുധീർ, V ഷബീർ പനങ്ങാട്, വിജയൻ പുതുശ്ശേരി, റഷീദ് പനങ്ങാട് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.
ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് കടവല്ലൂർ പഞ്ചവാദ്യ സംഘത്തിന്റെ പഞ്ചവാദ്യത്തോടെ തുടക്കമായി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബെസേലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. സിനിമ സീരിയൽ താരം ശ്രീല നല്ലേടം മുഖ്യാതിഥിയായി. ഭിന്നശേഷി കുട്ടികളായ ഹസ്ന, ഹിസാന, സഞ്ജു, അർച്ചിത് എന്നിവർ കേക്ക് മുറിച്ചു. സഹയാത്രയിലെ ഡേ കെയർ കുടുംബങ്ങൾക്ക് കേക്ക് നൽകിയ റോബിൻ ചാലിശ്ശേരി, വിദേശത്ത് പോകുന്ന സ്പീച്ച് തെറാപ്പിസ്റ്റ് നദ്ദ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി വാസുണ്ണി പട്ടാഴി, സഹയാത്ര രക്ഷാധികാരി വിജയൻ ചാത്തന്നൂർ, സി പ്രേമരാജൻ, ഉണ്ണി ശാസ്ത, ദിജി കെൻ, സുലൈഖ പറക്കാട്, ഷിജു സുദേവൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സഹയാത്ര കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്ക് റോബിൻ നൽകിയ 1 ലക്ഷം രൂപ ഏറ്റുവാങ്ങി. സഹയാത്ര പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗോപിനാഥ് പാലഞ്ചേരി സ്വാഗതവും ദീപ ദിവാകരൻ നന്ദിയും പറഞ്ഞു. പെരിങ്ങോടിന്റെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് മാറ്റത്തിന്റെ സന്ദേശവാഹകരായി പ്രവർത്തിച്ച വി രാവുണ്ണി നായരുടെ 21ാം ചരമവാർഷികവും VR ഭാസ്കരന്റെ 22ാം ചരമവാർഷികവും കെ കൃഷ്ണകുമാറിന്റെ 2ാം ചരമവാർഷികവും ആചരിച്ചു. പെരിങ്ങോട് ബാങ്ക് പരിസരത്ത് നടന്ന അനുസ്മരണ സമ്മേളനം CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ K സുരേഷ് കുമാർ അധ്യക്ഷനായി. ഇടയ്ക്കവാദകൻ മണികണ്ഠൻ പെരിങ്ങോട് വേദിയുണർത്തി. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി A കുട്ടിനാരായണൻ, KP രാമചന്ദ്രൻ, VV ബാലചന്ദ്രൻ, സംഘാടക സമിതി കൺവീനർ KV പരമേശ്വരൻ, ജോയിന്റ് കൺവീനർ A സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുഞ്ഞുണ്ണി പെരിങ്ങോടിന്റെ കവിതാലാപനം, സ്കൂൾ വിദ്യാർത്ഥികളായ ദിയാചന്ദ്രൻ പെരിങ്ങോട് എൻ പാർട്ടിയുടെ കഥാപ്രസംഗം, മുഹമ്മദ് ഷാനിസ് കുമ്പിടി എൻ പാർട്ടിയുടെ കോൽക്കളി, പെരിങ്ങോട് ലളിത സേതുമാധവൻ പാർട്ടിയുടെയും കോതച്ചിറ പ്രഭ ബൽറാം എൻ പാർട്ടിയുടെയും തിരുവാതിരക്കളി, പ്രാദേശിക ഗായക സംഘത്തിന്റെ സംഘഗാനം എന്നിവ അരങ്ങേറി. അവകാശമില്ല എന്ന ബോധമാണ് അവനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിലെ നവോത്ഥാന പോരാട്ടത്തിന്റെ ഘട്ടത്തിൽ ജാതീയതയ്ക്കെതിരായി, ജന്മിത്വത്തിനെതിരായിട്ടുള്ള സമരം നടക്കുമ്പോൾ എന്തിനാണ് കുരുത്തം കെട്ടവനെ നീ തമ്പുരാനെതിരെ സമരം നടത്തിയത് എന്ന് ചോദിച്ച അച്ഛനമ്മമാരുടെ നാടാണ് ഈ നാട്. എന്തുകൊണ്ടാണത് നമുക്ക് മനസ്സിലാക്കണം. വെറുതെ വരുന്നല്ല അച്ഛനും അമ്മയും കുട്ടികള്, ചെറിയ കുട്ടികള്, പീഡിതരായ മനുഷ്യ അവരുടെ പീഡനത്തിനെതിരായ സമരം നടത്തിയപ്പോ അവന്റെ അച്ഛനും അമ്മയും അതിനെ അംഗീകരിക്കാതെ അച്ഛനും അമ്മയും മക്കളെയാണ് കുറ്റം പറഞ്ഞത്. ആ മക്കളെ കുറ്റം പറയുന്നത് ഇത് ദൈവകോപമുണ്ടാകും എന്നതുകൊണ്ടാണ്. അത് നീചജന്മങ്ങളാണ് എന്ന് നമ്പ്യാതിരി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഈ നാടിന്റെ നീചജന്മങ്ങളാണ് എന്ന അധമബോധം ഈ കുടിയാൻ ജനവിഭാഗത്തെയും നിലനിർത്തിയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അന്ന് ജന്മിത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വലിയ കരുത്തോടു കൂടി അവർ വരാതിരുന്നത്. CCTV ന്യൂസ് തൃത്താല. നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ദേശപാന മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ആസുരികതയിൽ നിന്നും ത്രിലോകങ്ങൾക്കും രക്ഷയേകാൻ ദാരിക നിഗ്രഹം നടത്തിയ മഹാകാളിയുടെ ക്രോധം ശമിപ്പിക്കാൻ വേണ്ടിയാണ് പാന നടത്തുന്നതെന്നാണ് ഐതിഹ്യം. രാവിലെ 6 നടന്ന ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവയോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. 11 പാനക്കൽ നാട്ടൽ ചടങ്ങ് നടന്നു. ഉച്ചയ്ക്ക് നടന്ന പ്രസാദ ഊട്ടിന് ശേഷം വൈകിട്ട് 3:30 ഉച്ചപ്പാന ആരംഭിച്ചു. വൈകിട്ട് 6:30 കലാമണ്ഡല നന്ദകുമാറും സംഘവും അവതരിപ്പിച്ച ഓട്ടം തുള്ളലുണ്ടായി. രാത്രി 8 നടന്ന പ്രസാദ ഊട്ടിന് ശേഷം രാത്രിപാന ആരംഭിച്ചു. 12 മണിക്ക് ദാരിക ഭദ്രകാളി ജനനം, തോറ്റങ്ങൾ, തുടർന്ന് തിരിയൊഴിച്ചൽ, നിയോഗം, പാലക്കൊമ്പ് ഒടിക്കൽ, ദാരിക കോട്ട നിർമ്മാണം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. പുലർച്ചെ നടന്ന ദാരിക നിഗ്രഹം, കനാൽച്ചാട്ടം, ഗുരുതി തർപ്പണം എന്നിവയോടെ പാന ഒരു അനുഷ്ഠാന കലയാണ്. ഭഗവതിയുടെ പ്രതിക്കായിട്ട് ദാരിക വധത്തിന് ശേഷം ഭഗവതിയുടെ കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാന ആഘോഷിക്കുന്നത്. പാന നമ്മൾ ആഘോഷിക്കുന്നത് ദേശത്തിലെ എല്ലാ ജനങ്ങളുടെയും സമാജത്തിലെ പൊതുവായിട്ടുള്ള ഐശ്വര്യത്തിനും. കേരള വാട്ടർ അതോറിറ്റി ഷൊർണൂർ സബ് ഡിവിഷന് കീഴിലുള്ള ഷൊർണൂർ സെക്ഷൻ പരിധിയിലെ ഷൊർണൂർ മുനിസിപ്പാലിറ്റി, ആനക്കര, പട്ടിത്തറ, കപ്പൂർ, നാഗലശ്ശേരി എന്നീ പഞ്ചായത്തുകളിലെയും പട്ടാമ്പി സെക്ഷൻ ഓഫീസിന് കീഴിലുള്ള ഓങ്ങല്ലൂർ, വല്ലപ്പുഴ, വിളയൂർ, തിരുവേക്കപ്പുറ, പരുതൂർ, മുതുതല, കുലുക്കല്ലൂർ, നെല്ലായ, കൊപ്പം എന്നീ പഞ്ചായത്തുകളിലെയും BPL കാർഡുള്ള മാസം 15,000 ലിറ്ററിന് താഴെ ഉപയോഗമുള്ള ഉപഭോക്താക്കൾ
BPL ആനുകൂല്യത്തിനായി ജനുവരി 1 മുതൽ 31 വരെ അതാത് സെക്ഷൻ ഓഫീസുകളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.